ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജാസി മുല വെച്ച് പിടിപ്പിക്കുന്ന സർജറി കഴിഞ്ഞതിന് ശേഷം ജാസി തുണി പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇട്ട് അലക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതെന്താണ് അതിന്റെ സത്യാവസ്ഥ? ജാസിക്ക് എന്ത് പറയാനുണ്ട്? അതൊക്കെ നമുക്ക് പറയാം. പിന്നെ ഈ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് അയാളുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവളുടെ ഇഷ്ടമാണ് അല്ലേ. അപ്പൊ അവൾ അങ്ങനെ ചെയ്തത് ശരിയാണോ? ശരി തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ശരിക്കും തുറന്ന് കാണിച്ചു കൊടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളെ അപമാനിച്ചു, അതൊരു റീല് ചെയ്തിട്ട് സ്ത്രീകളെ അപമാനിച്ചു. ഗർഭത്തിന്റെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ. ഗർഭത്തിന്റെ കേസുമായിട്ട് റീല് ചെയ്തു, ഒരു സ്ത്രീ ആയിട്ട് റീല് ചെയ്തു, അത് സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കേസ് കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. എന്ത് പ്രഹസനമാണ് അതൊക്കെ. ഒരാളൊരു റീൽ അഭിനയിച്ചു, ഗർഭിണിയായിട്ടൊരു റീൽ അഭിനയിച്ചു എന്ന് വിചാരിച്ച് അതിനെതിരെ കേസ് കൊടുക്കാണോ? എന്നാൽ നിങ്ങൾ എത്ര പെണ്ണുങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, അതിനെതിരെയൊക്കെ നിങ്ങൾ കേസ് കൊടുക്കണ്ടേ? അതാരും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കഷൻ നടത്തണം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് കിടക്കുകയാണ് ആയിരുന്നെ ജാസി. അപ്പോൾ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കൈ ഇപ്പോഴും അത് പൊക്കാൻ പറ്റുന്നില്ല, അധികം വലിയ മുകളിലേക്ക് പൊക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഈ ബട്ടൺസ് ഉള്ള മാക്സി ഇട്ടുകൊണ്ടാണ് ജാസി കിടന്നിരുന്നത്. അപ്പോഴാണ് ഈ കുട്ടിക്ക് ഇത് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. അതായത് ഈ മുല വെച്ച് പിടിപ്പിച്ചതാണ് ഈ കാണിച്ചു കൊടുത്തത്, അല്ലാതെ വേറെ അടിയിൽ നിന്ന് അങ്ങോട്ട് ഡൗൺ സർജറി ഒന്നും ശരിക്കും ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ശരിക്കും മുകളിലുള്ള സർജറിയാണ്, ബ്രസ്റ്റിന്റെ സർജറിയാണ് ചെയ്തിരിക്കുന്നത്. ആ സിലിക്കോൺ വെച്ച് പിടിപ്പിക്കില്ല, അത് സാധാരണ സ്ത്രീകളല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് അത് വെച്ച് പിടിപ്പിക്കണം. അവരെ ഇഷ്ടമാണത്. അതൊരാൾക്കും ബാധകമായിട്ടുള്ള ഒരു കേസല്ല, സമൂഹത്തെ ബാധിക്കുന്ന ഒരു കേസല്ല അത്, അല്ലെ. അപ്പോ ജാസി സർജറി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരുപാട് പേരിട്ട് അലക്കിയത് യൂട്യൂബേഴ്സ്. അവർക്ക് അവരുടെ ഇൻകമിന് വേണ്ടിയിട്ടായിരിക്കാം. അതിനുവേണ്ടി ഒരാളെങ്ങനെ തല്ലി അലക്കണോ? ഞാൻ ഈ സബ്ജക്റ്റ് എടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല, കാരണം അത് അവരുടെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടിരിക്കുകയായിരുന്നു. ജാസിനെ കുറിച്ച് എല്ലാവരും ഒന്നും രണ്ടും മൂന്നും നാല് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ. പിന്നെ പറയാത്തതായിട്ടൊന്നുമില്ല, തെറിയും ബഹളം. എന്തിനാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചു പോലും ആ കുട്ടി. അതായത് ഈ തുറന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പൊ ജാസി സർജറി ചെയ്തിട്ടില്ല, അപ്പൊ എന്ത് തരം സർജറിയാണ് ചെയ്തത്, അങ്ങനെ ഒരു സർജറി ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്ന് പറയുന്നു. അപ്പൊ എന്നിട്ട് ഈ കുട്ടി വീഡിയോ ചെയ്തപ്പോൾ ജാസി എന്ത് ചെയ്തു? വിശ്വാസമില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കോൾ ചെയ്തപ്പോൾ വാട്സപ്പ് കോൾ ചെയ്തപ്പോൾ ഈ കുട്ടി പുറത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ സാരമില്ല, നിന്റെ വീഡിയോ ഓഫാക്കിക്കോ, എന്റെ വീഡിയോ മാത്രം നീ കണ്ടോളൂ എന്ന് പറഞ്ഞു വീഡിയോ കോൾ ചെയ്തു. അതെന്തുകൊണ്ടാണ് വീഡിയോ കോൾ ചെയ്തേ എന്ന് കൂടി പറയുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു. അതായത് ഇവർ ദുബായിലൊക്കെ ഉള്ള സമയത്ത് ജാസിക്ക് അനുകൂലമായിട്ട് ഈ കുട്ടി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കാറൊക്കെ ഉണ്ട്. ഇവരെ വാട്സപ്പ് നമ്പർ തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് ഈ കുട്ടിയും ജാസിയും ഒരുപാട് പേരെ കുറിച്ച് ഡിസ്കഷൻ നടത്താറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ ഡൗട്ട് ദൂരീകരിക്കാമെന്ന് വിചാരിച്ച് ജാസി ഇത് ചെയ്തത്. അങ്ങനെ വീഡിയോ കോൾ ചെയ്തു, ബട്ടൺ ഊരി കാണിച്ചു എന്ന് പറയുന്നത്. മുകളിലെ രണ്ട് ബട്ടൺ ഊരി കാണിച്ചു, സർജറി ചെയ്ത ഭാഗമൊക്കെ കാണിച്ചു, സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ കാണിച്ചു. അപ്പൊ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ച് മുല വെച്ചിരിക്കുകയാണ്. ശരിക്കും സ്ത്രീകളുടെ പോലെ മുല ശരിക്കും കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളുടെ മുലയാണെന്ന് തോന്നും. പക്ഷേ അതെന്താണ്, അതിൻ്റെ ഉള്ളിൽ സിലിക്കോണാണ്. അങ്ങനെ ആ സ്റ്റിച്ചൊക്കെ കാണിച്ചു. ഭയങ്കര വേദനയായിരിക്കാം, നമുക്കറിയില്ലല്ലോ, നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ ഈ കുട്ടി പറഞ്ഞു എന്ന് പറയുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ, ഓക്കെ ആകട്ടെ, നിങ്ങളത് കട്ട് ചെയ്തോളൂ, ശരി എന്നാ എന്നും പറഞ്ഞ് ഈ കുട്ടി ഓഫാക്കി എന്ന് പറയുന്നു. അപ്പൊ സുഖം പ്രാപിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒരാളോട് ഇഷ്ടമുള്ള പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നീട് വീഡിയോ ഓണാക്കിക്കൊണ്ട് ഒരുപാട് തെറി അച്ഛനും അമ്മയ്ക്കും എല്ലാം പുല്ലും പെലാട്ടും ഒക്കെ വിളിച്ചു പറയുന്നു. ജാസിയെ കുറെ കുറ്റം പറയുന്നു. പിന്നെ എന്തൊക്കെ മോശമാണ്, ഞാൻ വീഡിയോ കണ്ടിരുന്നു, എന്തൊക്കെ മോശമാണ് പറയുന്നത്. പക്ഷെ ജാസി പറയുന്നത്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ദുബൈയിലായിരുന്ന സമയത്ത് എൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ പറയാറുണ്ട്. ആ സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ വരെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ തുറന്ന് കാണിച്ചുകൊണ്ട് കുഴപ്പമില്ല, അല്ലെ. ഈ കുട്ടി തന്നെ ചകഞ്ഞ്, ഇപ്പൊ നമ്മൾ ആരെങ്കിലും ആ മെഡിസിറ്റിയിൽ വിളിച്ചു ചോദിച്ചിരുന്നോ? ഇല്ല. ഈ കുട്ടി തന്നെ മെഡിസിറ്റി വിളിച്ചു ചോദിക്കുക, എന്ത് സർജറിയാണ് ചെയ്തത്, എവിടെയാണ് ചെയ്തത്, ഡൗൺ ആണോ, അപ്പറാണോ, ബ്രസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ ആ സംശയം ദൂരീകരിക്കാൻ ഒരാൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
ഇനി സാധാരണ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഡൗൺ സർജറിയും ബ്രസ്റ്റ് സർജറിയും ചെയ്യാറുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ഒരാളും ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കര വേദനയാണ് രണ്ടും കൂടി ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്ന് ചെയ്ത് സുഖം പ്രാപിച്ചിട്ടാണ് അടുത്തത് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ ജാസി പറയുന്നുണ്ട്, എനിക്ക് കൂടെയുള്ള പാർട്ട്ണറായിട്ടുള്ള ആഷി അല്ലേ, ആഷിയാണ് മുടി കെട്ടിത്തരുന്നതും എന്നെ എന്താ പറയുക, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ഈ ആഷിയാണെന്ന് പറയുന്നു. സർജറി ചെയ്ത് കിടക്കുമ്പോഴും അതുപോലെ സർജറി ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക പിന്താങ്ങായി നിന്ന് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ആശയാണ് എന്ന് ജാസി പറയുന്നുണ്ട്. പിന്നെ ഞാൻ ആണായി പിറന്നാലും എനിക്ക് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുടർന്ന് പോകുന്നത്. അതിനോടൊക്കെ കല്യാണം കഴിച്ച് വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ. ആണിനോട് അട്രാക്ഷനാണ് എനിക്കുള്ളത്. അപ്പൊ ചിലവര് അങ്ങനെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, സർജറി ചെയ്ത് ശരിക്കും പെണ്ണാവാൻ നോക്കും. ചിലർ സർജറി ഒന്നും ചെയ്യാതെ പെണ്ണാവാതെ തന്നെ നടക്കും. അങ്ങനെയുള്ളവരും ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് സർജറി ചെയ്ത് പൂർണ്ണതയിലെത്തണം, പൂർണ്ണ പെണ്ണായിട്ട് ഫീമെയിൽ വിസയിൽ കൂടി എനിക്ക് ദുബൈയിൽ പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറെ പേര് പിന്നെ വീഡിയോ ചെയ്തത് രഞ്ജിമാര് ജാസിക്കെതിരെ നിന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ജാസിയോട് അത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജാസി പറയുന്നുണ്ട്, രഞ്ജിമാർ എന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് ഏത് സർജറിയാണ് നീ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ അത് സമൂഹത്തില് എന്ത് ചെയ്തു, കറക്റ്റ് ചെയ്ത് പറയൂ, അല്ല അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നോളും എന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്കെതിരെ കമന്റും ടാഗ് ചെയ്യലും ഒക്കെ ആയിട്ട് എന്നോട് നന്നായി സംസാരിച്ച ആൾക്കാരായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ സപ്പോർട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് എന്നോട് മോശം പറഞ്ഞു ഈ രഞ്ജിമാർ എന്ന് പറയുന്നു. അതെന്താ സംഭവം എന്ന് നമുക്കറിയില്ല കേട്ടോ. അത് അവര് അങ്ങനെ പ്രതികരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അവരെ ഒന്നും അങ്ങനെ പറയേണ്ട ആവശ്യകതയില്ല. പക്ഷെ ഈ യൂട്യൂബേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. എന്തിനാണ് ഒരു രണ്ട് കൈയും കൊട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ? ഒരു സ്ഥലത്ത് നിന്ന് ഒരു തരത്തിലും മൗനമായിട്ട് ഇരിക്കുകയാണ്. ശരിക്കും മൗനം ആട്ടിൻ സൂപ്പിന്റെ ഫലം തരും എന്ന് തന്നെയാണ് ഈ ജാസി പറയുന്നത്. അങ്ങനെ മൗനമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയെ എന്തിനാണ് ഈ ചൊറിഞ്ഞുകൊണ്ട് പോകുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അവരൊന്നും പറയുന്നില്ല. വീണ്ടും അവരെ അപ്പനും അമ്മയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ച് അവരെ പറയാത്ത അംഗങ്ങളൊന്നുമില്ല. എന്തിന്? അയാൾ ഒരു സർജറി ചെയ്തതാണോ, അല്ലെങ്കിൽ അവളൊരു സർജറി ചെയ്തതാണോ പ്രശ്നം? അപ്പോ രഞ്ജിമാർ പറഞ്ഞു എന്ന് പറയുന്നു. നീ എന്ത് സമൂഹത്തിൽ ഇറങ്ങി നിന്ന് പറയൂ, ഏത് സർജറി ചെയ്തു എന്ന് വ്യക്തമാക്കിക്കോളൂ, അപ്പൊ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവര് പറഞ്ഞു എന്ന് പറയുന്നു. അത് അവരുടെ വേർഷൻ. അവരങ്ങനെ അവരുടെ അഭിപ്രായം അവർ പറഞ്ഞു. അവർ തെറിന്തിക്കാരൊന്നുമല്ലല്ലോ പറഞ്ഞു, അവരുടെ വേർഷനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ജാസി പറയുന്നു, ഞാൻ എന്തിനു പറയണം, എന്റെ സർജറി എന്താണെന്ന് ഞാൻ എന്തിനു പറയണം? ഇതിനു മുന്നേ എത്രയോ പേര് സർജറി ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ സർജറി ഇതാണെന്നൊക്കെ? ഈ കുട്ടി എന്നോട് കുത്തി കുത്തി ചോദിച്ചു. അപ്പോഴാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. എപ്പോഴും ജാസി എന്ത് സർജറി, എന്ത് സർജറി, എന്തിനാണ് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നേ? ഈ സമൂഹത്തിന് എന്തെങ്കിലും ദോഷമുള്ള കാര്യമാണ് അവർ ചെയ്തത്? അല്ലല്ലോ. സമൂഹത്തിന് എന്തെങ്കിലും വൃത്തികേടായി പറഞ്ഞോ? ആരെങ്കിലും ഏതെങ്കിലും പേഴ്സണെ പറഞ്ഞോ? ഇല്ല. അവരവരുടെ കാര്യം നോക്കി അവര് സർജറി ചെയ്തു. അതുപോലെ തന്നെ റെനെ മെഡിസിറ്റിക്കെതിരെയും വേണ്ടി കേസ് കൊടുക്കാൻ പോവുകയാണ് ജാസി എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മെഡിക്കൽ എത്തിക്സിന് ചേർന്നതല്ലല്ലോ അവർ കാണിച്ചത്. ഏത് സർജറി ആണെന്ന് അവർക്ക് പറയേണ്ട ആവശ്യകതയില്ല. അവിടെ അവര് പൈസ അവര് മേടിച്ചു, അവര് സർജറി കഴിഞ്ഞു. അത് ആരാണ് എപ്പോഴാണ് പറഞ്ഞത് എന്നൊക്കെ നോക്കിയിട്ട് ഹോസ്പിറ്റലുകാർ തന്നെ അതിന് തീർച്ച വരുത്തിയിട്ടില്ല. അപ്പൊ അവരത് തീർച്ച വരുത്തിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ജാസി ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു ചെയ്യാൻ പോകുന്ന സമയത്ത്, ചെയ്യണ്ട മോളെ, ഇതിങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, നീ ഇത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു ഉമ്മ പറഞ്ഞ് കരഞ്ഞു. അപ്പോഴെന്താണ് ജാസി പറഞ്ഞത് വെച്ചാൽ, എനിക്ക് ജീവിക്കണം ഉമ്മ, ഫുള്ളും പെണ്ണായിട്ട് എനിക്ക് ജീവിക്കണം, ഫീമെയിൽ വേർഷനായിട്ട് എനിക്കിത് ജീവിക്കണം, അതുപോലെ ഫീമെയിൽ വിസയിൽ എനിക്ക് ദുബായിൽ പോകണം, എനിക്ക് നന്നായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. അത് അവരുടെ പേഴ്സണൽ മാറ്റർ അല്ലേ? അത് കുത്തി കുത്തി ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്കറിയോ, ഈ ഒരു ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കണ്ടന്റ് ഓരോരുത്തർ ചെയ്തിരിക്കുന്നത് 5-6 വീഡിയോ ആയിട്ടാണ്. കണ്ടന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം ഇങ്ങനെ തോണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തോണ്ടിയെടുക്കുന്നത്? എത്രയോ കണ്ടന്റ് സമൂഹത്തിലുണ്ട്, അതെടുത്ത് ചെയ്യൂ. അല്ലാതെ ഈ ഒന്നും പറയാതെ ഒരു തെറി പോലും വിളിക്കാത്ത ഈ ചെറുക്കനെ അല്ലെങ്കിൽ ഈ പെണ്ണിനെ വെറുതെ നിന്ന് തെറി തന്തയ്ക്കും തളയ്ക്കും വിളിച്ചുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പോൾ സമൂഹത്തിൽ നിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിക്കും. മറ്റുള്ള കുട്ടികൾ ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ഊതി ഉറപ്പിച്ച മുല വെച്ച് പിടിപ്പിച്ചു, ഡൗൺ സർജറി ചെയ്തു, അത് മുറിച്ചു ഇത് മുറിച്ചു, സുന്നത്ത് കല്യാണം ചെയ്തു, എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
ഇനി ജാസി തന്നെ പറയുന്നത് ഇൻസ്റ്റയിൽ മാത്രമേ എനിക്ക് ബാഡ് കമന്റ് വരുന്നുള്ളൂ. സത്യത്തിൽ എനിക്ക് പബ്ലിക് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ കുടുംബത്തിലൊരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഞാൻ പോയപ്പോൾ എല്ലാവരും എന്നെ ഭയങ്കര സ്നേഹിച്ചിട്ടാണ് പെരുമാറിയിരുന്നത്. ആഷിയും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് തന്നിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സർജറി ടൈമിലും അങ്ങനെ തന്നെയായിരുന്നു ട്ടോ. പക്ഷേ നിങ്ങൾ ആരും വിചാരിക്കരുത് അവന്റെ പുഷ് കൊണ്ടാണ് ഞാൻ ഈ മുല വെച്ച് പിടിപ്പിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എൻ്റെ ഇഷ്ടത്തിനാണ്. എനിക്ക് പെണ്ണായി മാറണം. ഇനി നെക്സ്റ്റ് ഞാൻ ഡൗൺ സർജറി നടത്തും. അങ്ങനെ ഞാൻ പൂർണ്ണ പെണ്ണായി മാറും എന്നൊക്കെ പറയുന്നു. പിന്നെ ജാസിയെ അങ്ങോട്ട് എല്ലാവരും തെറി വിളിക്കുന്നു എന്നല്ലാതെ ജാസി ഇങ്ങോട്ട് ഒരാളും ചീത്ത പറയുന്നില്ല. എപ്പോഴും ഇത്രയും തെറി വിളിച്ച ആൾക്കാരെയും ഈ ജാസി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കുട്ടി ആ കുട്ടി അങ്ങനെ പറഞ്ഞത് എന്താണെന്നറിയില്ല. ആ കുട്ടി ഇങ്ങനെ ചെയ്തത് എന്താണെന്നറിയില്ല. ഇങ്ങനെയാണ് ആ ജാസി പറയുന്നത്. ഇങ്ങനെ കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അവരെ തെറി വിളിക്കാൻ തോന്നുന്നുണ്ടോ? എനിക്കത് കേട്ടിട്ട് ശരിക്കും സഹതാപമാണ് തോന്നുന്നത്. അതുപോലെ ഞാനൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആളല്ല. എന്നിട്ട് പോലും കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് എന്നോട് വ്യക്തിവൈരാഗ്യമുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അവർക്ക് എന്നോട് വ്യക്തിവൈരാഗ്യം എന്ന് അറിയുന്നില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റർ എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല കേട്ടോ. പിന്നെ ചോദ്യം ചോദിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, ഈ കൂട്ടുകാരെ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആ കുട്ടി പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാവില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു കൂട്ടുകാരും കുറ്റം പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ എടുത്തു വിടട്ടെ, പുറത്ത് വിടട്ടെ. ഞാൻ ആ കുട്ടിയും ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കുട്ടിയും പലരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാനും അത് പുറത്തു വിടും. നെഗറ്റീവായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആ കുട്ടി എന്ത് വേണമെങ്കിലും പുറത്തു വിട്ടോട്ടെ എന്ന് ജാസി പറയുന്നുണ്ട്. വിടണമെങ്കിൽ വിടട്ടെ. എന്താണ്, നമ്മൾ നല്ല സ്നേഹിച്ച് നിൽക്കുമ്പോൾ പലതും പറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ എടുത്തിട്ടിട്ട് അലക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എന്ന് ആരും വിചാരിക്കേണ്ട. പിന്നെ ഗർഭത്തെ അപമാനിച്ചു. എനിക്ക് അത് കേട്ടിട്ട് ചിരിയാ വരുന്നത്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ആണ് വെറുതെ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ അവർക്കൊക്കെ പേരിലൊക്കെ കേസ് കൊടുക്കും പോയിട്ട്. റീല് ചെയ്തതാണ് ഗർഭായിട്ട്. ഒരു സ്ത്രീയായിട്ട് ഗർഭായിട്ട് റീല് ചെയ്തു. അത് ആ രീതിയിൽ കണ്ടാൽ മതിയില്ലേ? അതിനെ കേസ് കൊടുക്കാൻ പോണ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയുന്നു. ഏത് തരത്തിലാണ് സ്ത്രീകളെ അപമാനിച്ചത്? നിങ്ങൾ കാണുന്നില്ലേ ഭർത്താക്കന്മാരെ വിഷം കൊടുത്ത് കൊന്ന സ്ത്രീകളെ നിങ്ങൾ കാണുന്നില്ലേ? ജാസി തന്നെ പറയുന്നതാണ് കേട്ടത്. ഭർത്താക്കന്മാരെ വിഷം കൊടുത്ത് കൊന്ന സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ പാറമടയിൽ കുട്ടികളെ തലയടിച്ചു കൊന്ന സ്ത്രീകളുണ്ട്. ഭാര്യമാരെ തൂക്കിക്കൊന്ന പുരുഷന്മാരുണ്ട്. ഒളിച്ചോടി ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളും പോകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷവും പിഞ്ചു കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊന്നിട്ടുണ്ട്. അമ്മാമ്മമാര് പിഞ്ചു കുഞ്ഞിനെ കൊന്നിട്ടുണ്ട്. ഇതൊന്നും സ്ത്രീകളെ അപമാനിക്കുന്ന കേസുകളല്ലേ? ഇതിനെതിരെയൊന്നും നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ലല്ലോ. ഇതൊരു റീൽ അഭിനയിച്ചപ്പോൾ നിങ്ങൾക്കത് വലിയ സംഭവമായി മാറി. എന്തിനാണ് സമൂഹത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്? ഒരു കണ്ടന്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ടന്റ്, ദുഷിച്ച കണ്ടന്റ് എടുക്കരുത് കേട്ടോ. ഇപ്പൊ നോക്കിക്കോ, നിങ്ങളൊന്ന് നോക്കി എല്ലാ യൂട്യൂബേഴ്സും ജാസിയെ തെറി വിളിക്കുകയാണ്. എന്തിന് എന്തിനു വേണ്ടി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നോക്കൂ. പ്രബുദ്ധ ഭാരതാണ്. വെറുതെ തെറി വിളിക്കുന്നു. ഒരു കാര്യവുമില്ലാതെ ഒരു അഭിനയിച്ചതിന്, ഒരു ഗർഭിണിയായി അഭിനയിച്ചതിന്, അല്ലെങ്കിൽ മുല വെച്ച് പിടിപ്പിക്കുന്ന അയാള് അല്ലെങ്കിൽ ആ പെണ്ണ് വേദന അനുഭവിക്കുന്നു. അത് വേദന അനുഭവിച്ചോട്ടെ, നമുക്കെന്താ? വേദന അവരെന്നെ അനുഭവിക്കുന്നു, അവരെന്നെ വെക്കുന്നു, അവർക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. നമുക്കൊരാൾക്കും അതിൽ ആ സമൂഹത്തിന് തെറ്റായ ഒരു മെസ്സേജ് അവർ കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് വെട്ടിക്കീറുന്നത്? എത്രയോ സബ്ജക്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്യാൻ നോക്കും നിങ്ങൾ ആദ്യം ട്ടോ.